ഇത്തരം അനുഭവങ്ങൾ. ഓരോ CPM കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള പീഡനങ്ങൾ ഏറ്റാണ് വളരുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഏറ്റവും നന്നായിട്ട് ജനാധിപത്യം ഉണ്ടാവുമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ആ സമയത്ത് ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റും എന്നൊക്കെയാണല്ലോ വിശ്വാസം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയുടെ അനൗൺസ് വാഹനം പേരാവൂർ, ഞങ്ങളുടെ നിയോജകമണ്ഡലമാണ്, എന്റെ അടുത്ത പഞ്ചായത്താണ്, മുഴക്കുന്ന് എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൽ മുടക്കോഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ അനൗൺസ്മെന്റ് വണ്ടി ആദ്യമായിട്ട് ഒരു അനൗൺസ്മെന്റ് വണ്ടി CPMന്റെ അല്ലാത്ത ഒരു വണ്ടി കയറിപ്പോയി. ഉടൻ തന്നെ കുറെ ആളുകൾ കൊണ്ട് വണ്ടി തടഞ്ഞു. അവർ ചോദിച്ചത്, ഇവിടെ മറ്റു പാർട്ടിക്കാരുടെ അനൗൺസ്മെന്റ് അവരാൻ പാടില്ല എന്നറിയില്ലേ? അപ്പൊ ഇതിലുള്ള ചില ആളുകൾ ചോദിച്ചു, അവർക്ക് ഇതിന്റെ ഗൗരവം അറിയില്ല, അത് എടുത്ത നിയമ? അവർ പറഞ്ഞു അത് ഇവിടുത്തെ നിയമം. ഈ എവിടുത്തെ നിയമാണെന്ന് ചോദിച്ചപ്പോ അടികിട്ടി. ഡ്രൈവറെയും അനൗൺസറെയും എല്ലാം അടിച്ച് താഴെയിട്ടു. എന്നിട്ട് അവർ 5-6 ആളുകൾ വണ്ടിയിൽ കയറി. എന്നിട്ട് അനൗൺസ് ചെയ്യുന്ന BJPയുടെ കുടികെട്ടിയ ആ അനൗൺസ് വണ്ടിയിൽ ഇതുവരെ BJP സ്ഥാനാർത്ഥി OK വാസു മാസ്റ്റർക്ക് അനൗൺസ് ചെയ്ത ആളോട് പറഞ്ഞു, ഇനി AP അബ്ദുള്ള കുട്ടിക്ക് അനൗൺസ് ചെയ്യണം, അവിടുത്തെ LDF സ്ഥാനാർത്ഥി. എന്നിട്ട് 5 റൗണ്ട് ഈ ഗ്രാമത്തിൽ ചുറ്റണം. അതാണ് ശിക്ഷ. ഇല്ലെങ്കിൽ മുഴുവൻ ജീപ്പും കത്തിക്കും, എല്ലാത്തിനെയും കൊല്ലും. 5 റൗണ്ട് BJPയുടെ കുടികെട്ടിയ വണ്ടിയിൽ ഈ ഗ്രാമം മുഴുവനും ഇവരെ കൊണ്ട് അനൗൺസ് ചെയ്യിച്ചു. എന്നിട്ട് ഗ്രാമത്തിന്റെ അവർ നിശ്ചയിച്ച അതിർത്തി വരെ ഈ വണ്ടിയിൽ തന്നെ വന്ന് അവരവിടെ ഇറങ്ങിയതിനു ശേഷം, ഇനി നിങ്ങൾ എന്താ പ്രയോഗിച്ചത് ഞാനിവിടെ പറയുന്നില്ല, ആർക്കു വേണമെങ്കിലും അനൗൺസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിട്ടാൽ എന്തായിരിക്കും അത് കേൾക്കുന്നവരുടെ മാനസികാവസ്ഥ? അവിടെ നടി കിട്ടിയവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പൊ അവര് പറയുന്നത് അവിടെ RSS ക്ഷീണിച്ച അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ്, ശാഖയില്ല എന്നൊക്കെ അവർ പ്രചരണം നടത്തുന്നുണ്ട്. ഈ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് വോട്ടർ പട്ടിക പേര് ചേർക്കാൻ സമ്മതിക്കുന്നില്ല, അടിയാണ്. അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ മരണം ഏറ്റുവാങ്ങുന്നതിന് തുല്യമാണ്. ബൂത്തിലിരുന്നാൽ ചിലപ്പോ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഇതൊക്കെയായിട്ട് പോലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുടെ താമര ചിഹ്നം ബാലറ്റിൽ കണ്ടിട്ട് വെറുതെ പോയിട്ട് കുത്തിയിട്ട് 1,02,000 വോട്ടുകൾ കണ്ണൂർ ജില്ലയിൽ BJPക്കുണ്ട്. ഇത്രയും പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ട് പോയതാണ്. 1,00,000 വോട്ടുകൾ. ഇതിനെല്ലാം ഇടയിലും വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറാവുന്നുണ്ട്. പറഞ്ഞ ചെറുപ്പക്കാരൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൂടാരത്തിൽ ആണ് കഴിയുന്നത്. കുറച്ചു പേര് മാത്രമേ അവിടെയുള്ളൂ. ഇവരെല്ലാം ഇവന്റെ അച്ഛൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ. ഇപ്പോഴും ദേശാഭിമാനി വീട്ടിൽ, ദാരിദ്ര്യത്തിനിടയിലും ദേശാഭിമാനി വീട്ടിൽ വരുത്തുന്ന വീടാണ് നിഖിലിന്റെ വീട്. നിഖിലിന്റെ അച്ഛൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ്. ശവസംസ്കാരം നടക്കുന്നിടത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പറൊക്കെ സജീവമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ളവരല്ല, പുറത്തുനിന്ന് വന്നവരാണ് ചെയ്തത് എന്നാണ്. നിഖിൽ ചെയ്ത കുറ്റം അവനോട് പാർട്ടി മാറാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഞാനൊരു പ്രവർത്തനത്തിനും പോകുന്നില്ലല്ലോ, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് നമ്മൾ പ്രശ്നം, പക്ഷേ ഇവിടെ കുറച്ച് ചെറുപ്പക്കാരില്ലേ അതെന്തെങ്കിലും ചെയ്യുന്നൊക്കെ കുറച്ച് അമ്മയോടൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു അവന്റെ ഒരു വിശ്വാസത്തിൽ ഞാനെന്താ ചെയ്യേണ്ടത്? അപ്പൊ ബ്രാഞ്ച് സെക്രട്ടറി ഇവനോട് പറഞ്ഞു നീ ഏതായാലും മാറുന്നതാണ് നല്ലത്. അപ്പൊ അവൻ പറഞ്ഞു ഇതാണ് വാചകം. അവിടുത്തെ അമ്മ അന്ന് പറഞ്ഞു, അവരുടെ ഒന്നാ പറയുന്നത്, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നില്ല. എന്റെ മനസ്സിലുള്ള ഈ ആദർശം നിങ്ങൾ എന്തു പറഞ്ഞാലും മാറ്റാൻ ഞാൻ തയ്യാറല്ല. ഈ ഒരു കുറ്റം മാത്രമാണ് നിഖിൽ ചെയ്തത്. ലോറി ക്ലീനറായ നിഖിൽ പ്രശ്നമുണ്ട് എന്നറിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ നിഖിലിനെ കൊല്ലാൻ എന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, ഞാനത് മാറ്റില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്തിലാണ് നിഖിൽ കൊല്ലപ്പെട്ടത്.